സിനിമ മത്സരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കുറച്ചൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിക്കപ്പെട്ടത്. സിനിമ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഡോക്ടർ എ പി അബ്ദുൽ ഖാദർ എന്ന് പറയും. ബത്തേരിക്കാർക്ക് ഏറ്റവും ജനപ്രിയനായിട്ടുള്ളൊരു ഡോക്ടർ. ഞാൻ 2 വർഷം പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ അവിടെ ഇരുന്നാണ് ഞാൻ പഠിച്ചത്. സിനിമയെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ഞങ്ങൾ ടൂറ് പോയൊരു അനുഭവം ഓർക്കുന്നത്. ഇതെൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ ബത്തേരിയിൽ ഒരു റിസോർട്ടിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞാൻ വിച്ചിപ്പാനെ വിളിച്ച് പറഞ്ഞതാണ് ഞങ്ങൾ ഇവിടെ ഇത് വന്നിട്ടുണ്ട്. അങ്ങനെ രാത്രി വിച്ചിപ്പാനെ കാണാനൊക്കെ വന്നു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ പോകുമ്പോൾ സിനിമയമ്മ പറയാണ്, എന്തായാലും ഇത് വഴിയേ കടന്നു പോവുള്ളൂ, നിങ്ങൾക്ക് എന്ത് ഭക്ഷണമാണ് അവിടെ ഒരുക്കേണ്ടതെന്ന് വെച്ചു. ഞങ്ങൾ 10-40 ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ സിനിമേനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, എന്നാൽ ചെറിയ ചായയും കടിയും മതി എന്ന് പറഞ്ഞു, ഉച്ചഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ചെന്ന് അവസാനം നോക്കിയപ്പം ഉച്ചഭക്ഷണത്തെക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു ചായയും കടിയോടെ ഉണ്ടാക്കിയത്. പലതരം വിഭവങ്ങൾ, വയനാട്ടിലെ വിഭവങ്ങൾ, മറ്റ് കണ്ണൂർ വിഭവങ്ങൾ, അങ്ങനെയൊക്കെ വെച്ചിട്ട് പലർക്കും അന്യമായിട്ടുള്ള പുതുതര വിഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങളെ സൽക്കരിക്കുക എന്നുള്ളതാണ്. റസീനമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരിക റസീന അബ്ദുൽ ഖാദർ എന്നാണല്ലോ ഓർമ്മ വരുന്നത്. ഈ സൽക്കാരാണ്. റസീനമ്മ പലപ്പോഴും പിണങ്ങാറുണ്ട്. എന്തിനാണെന്നറിയോ? നമ്മൾ ബത്തേരി വഴി കടന്നു പോയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നമുക്ക് അതിഥികളൊക്കെ വരിക എന്ന് പറയുമ്പോൾ പലർക്കും ആശങ്കയായിരിക്കും. അതല്ല, എന്തിനുപരി നമ്മളെ കുടുംബക്കാർ മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏതൊരാൾക്കാർ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും അവരെ വീട്ടിലൊന്ന് സന്ദർശിക്കണം. നമ്മളെ നാട്ടുകാർക്ക് വയനാട്ടിലൊരു ആസ്ഥാനം എന്ന് പറയുമ്പോഴാണ് ബിച്ചിപ്പൻ്റെ റസീനമ്മേൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്ക് ഒരു അറ്റാച്ച്മെൻറ്റാണ്. പലപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ ഒരു തറവാട് സംഗമം നടന്നിരുന്നു ഇപ്പോൾ അടുത്ത്. ഞങ്ങളുടെ ഉപ്പാൻ്റെ അല്ലെങ്കിൽ ഉപ്പാൻ്റെ എളാപ്പാൻ്റെയൊക്കെ ഉമ്മാൻ്റെ തറവാട് സംഘമാണ്. ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചതാരായിരുന്നു അറിയോ? റസീനമ്മയാണ്. അങ്ങനെ പറഞ്ഞാൽ കുടുംബങ്ങളും നാടും എല്ലാം ഒന്നിച്ച് കാണണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഇതുണ്ടാവുന്നത്. ഇതെല്ലാവർക്കും ഒന്നും സാധ്യമാവില്ല. അത് സാധ്യമാവില്ല. അവസാനം ഞങ്ങൾ താന്നിക്കൽ തറവാട് എന്ന് പറയും. ആ താന്നിക്കൽ തറവാടിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത് കുറച്ച് നിർജ്ജീവമായി കേട്ട് റസീനമ്മ എല്ലാ ദിവസവും അതിൽ പോസ്റ്റ് ഇടും. റസീനമ്മയും പിന്നെ എൻ്റെ ഒരു കസിനായിട്ടുള്ള നാസിർക്കായും അതിലൊന്നും പോസ്റ്റ് ഇടും. പക്ഷെ നമ്മളൊന്നും അതിൽ ആദ്യം കൊണ്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ റസീനമ്മ പറഞ്ഞു, ഒരു ദിവസം നീ വേഗം പാടാം, നീ വന്നിട്ട് വേണം എന്നൊന്ന് ഗ്രൂപ്പ് ഉഷാറാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനന്ന് എൻട്രി ആയി. നമുക്ക് പിന്നെ കുറേ ടെക്നിക്കുകളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എൻട്രി ചെയ്തത് നമ്മളെ ഗ്രൂപ്പിലുള്ള 2-3 ആൾക്കാരെ തല വെച്ചിട്ട് ഡാൻസ് ചെയ്തിട്ടായിരുന്നു. മനസ്സിലായില്ലേ? ഒരു തമാശ രൂപത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, റസീനമ്മ ഞാൻ ആക്റ്റീവായി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാനും മറ്റ് പല കാര്യങ്ങൾക്കും റസീനമ്മ എന്നും ഒരു പരിഗണന കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടിൽ യത്തീംഖാനൻ്റെ അവിടെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ സിനിമ വളരെ സജീവമായിട്ട് നിൽക്കാറുണ്ടെന്നൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി അവിടെ ഞാൻ ബത്തേരി നിൽക്കുന്ന സമയത്താണെങ്കിലും എനിക്കറിയായിരുന്നു, അതും അവിടെ പല പാവപ്പെട്ട ആൾക്കാരുടെയൊക്കെ ഒരു ആസ്ഥാനം പോലെയാണ്. അവിടെ വന്ന് എന്തൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിലൊക്കെ റസീനമ്മേൻ്റെ അടുത്ത് വരുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വിച്ചിപ്പക്കാണെങ്കിലും അതുപോലത്തെ ഒരു ബന്ധമായിരുന്നു അവിടുത്തെ ജനങ്ങളുമായിട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവിടെ കാണിക്കാൻ വരുന്ന പേഷ്യൻസൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുൽപ്പറ്റയെന്നൊക്കെ പുൽപ്പള്ളി എന്നൊക്കെ ആൾക്കാർ ഒരു ജീപ്പ് നിറയെ ചക്കയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അരി, ചക്ക ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ വ്യവസായികളായിരിക്കും അവിടെ വീട്ടിൽ വരുമായിരുന്നു. അത്രയ്ക്ക് പരിചരണമായിരുന്നു. അതെന്താണെന്നറിയോ? മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കയറി ചെല്ലാനും അവർക്ക് നല്ലത് വരണമെന്ന് ഉണ്ടാകുന്നൊരാഗ്രഹത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ഏതൊരു കുടുംബക്കാർ വന്നാൽ നാട്ടുകാരെന്നുള്ള ഒരു വീട്ടിൽ വരണം. വരിക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു അതിഥി വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവുകളായിരിക്കും അല്ലേ? പക്ഷേ ആ ചിലവുകളേക്കാൾ ഉപരി നമ്മൾ അവർക്ക് നൽകുന്ന ഒരു സ്നേഹബന്ധം, അവരോട് കാണിക്കുന്ന പരിചരണം. ഇന്ന് നമ്മൾ ആ വയനാട് റിസോർട്ടിൽ പോയ യാത്ര നമ്മളെ ഉമ്മാൻ്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചാൽ അവരിപ്പോഴും പറയും സിനിമ നൽകിയ സൽക്കാരം മറക്കാൻ പറ്റില്ല. എല്ലാവരും നാട്ടുകാരാണെങ്കിലും പലരും അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറയും, അവിടെ ഖാദർ ഡോക്ടറെ വീട്ടിൽ അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അത് മറക്കാൻ പറ്റില്ല എന്ന് പറയും. അത്രയ്ക്ക് ഒരു പരിചരണമാണ്. അപ്പോഴും ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരാളെ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ്. അത് നാടിൻ്റെ പരിചരിക്കുന്ന കാര്യത്തിലും ഉണ്ടാവും.
കാരണം ഒരു നാട് എന്ന് പറയുമ്പം ഒരു വ്യക്തിയിൽ തുടങ്ങി പിന്നീട് ഒരു കുടുംബമായി ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു സാമൂഹിക വ്യവസ്ഥയാണ് ഒരു നാടെന്ന് പറയുമ്പോൾ. അതിൻ്റെ ബേസിക് യൂണിറ്റ് തുടങ്ങുന്നത് നമ്മളൊരു കുടുംബ ബന്ധങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും തന്നെയാണ്. ഇനിയും പലതും പലർക്കും പറയാനുണ്ടാവും സിനിമയെക്കുറിച്ച്. എനിക്ക് പറയാനുള്ളത് ഇനിയുമുണ്ട്, അതും പൂർണ്ണമല്ല. മനസ്സിലായില്ലേ? എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നിയപ്പോൾ, ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗുകൾ ചെയ്യുന്ന ഒരാൾ എന്നുള്ളതിൽ ഇത് പറയണമെന്ന് തോന്നിയപ്പം പറഞ്ഞ കാര്യമേ ഉള്ളൂ. തീർച്ചയായിട്ടും റസീന മേമ അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ ഹൃദയത്തിനുടമയുള്ള ഒരു മനസ്സ് അതൊരിക്കലും അസ്തമിക്കാത്ത മനസ്സാണ്. അത് ഒറിജിനലായിരിക്കും, അതിലൊരു ബന്ധമുണ്ടാവില്ല. എനിക്ക് പറയാനുള്ളത് എന്താണ്, അവിടുത്തെ വോട്ടർമാർക്കൊരു ഭാഗ്യമാണ് വന്ന് കിട്ടിയത്. പക്ഷേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സ്നേഹബന്ധം. പിന്നെ നാടുകളിലൊക്കെ ഓൾറെഡി സിനിമയെക്കുറിച്ച് ഫേമസ് ആണ്. ഇങ്ങനത്തെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് അവർ ഫേമസ് ആയത്. ഞാൻ ബത്തേരി നിൽക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്കിപ്പോഴും അറിയായിരുന്നു PC അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു ഭാര്യ ആയിരുന്നു. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പല കാരുണ്യ പ്രവർത്തനങ്ങൾക്കും, പിന്നെ കക്കാടൻ കുഞ്ഞാലിക്കുട്ടീൻ്റെ ഫാദറിനിലോ തോന്നുന്നു, എനിക്കിപ്പോൾ ഓർക്കുന്നില്ല. ഞാൻ അവരൊക്കെ ആയിട്ട് സ്ത്രീകളൊക്കെ ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് പല പാവപ്പെട്ടവർക്കും സഹായിക്കാനൊക്കെ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. എനിക്കറിയുന്ന കുറച്ച് നിമിഷങ്ങളിലുള്ള അനുഭവങ്ങളിൽ നിന്ന് ഇത്രയേറെ എനിക്ക് പറയാനുണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇതിങ്ങനെയൊക്കെയുള്ള ആൾക്കാർ സാമൂഹിക മേഖലകളിലേക്ക് കടന്നു വരുന്നതും അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഒരു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുക, മറ്റു മനുഷ്യർക്ക് കാരുണ്യം ചെയ്യുക, മറ്റു മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുക, മറ്റു മനുഷ്യരുടെ ഓരോ കാര്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ വലിയ വലിയ ആരാധനകളെ പോലുള്ള വലിയ വലിയ കാര്യങ്ങളാണ്. പടച്ചവന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളാണ്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? ഏതായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, 23-ാം ഡിവിഷനാണെന്നുണ്ട് ബത്തേരിയിലെ സീക്കുന്ന്. അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഭാഗ്യമാണ് റസീന മേമയെ അവിടെ ഒരു പ്രതിനിധിയായി കിട്ടുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ വാക്കുകളല്ല, നമ്മുടെ ഹൃദയങ്ങളല്ല, നിങ്ങളുടെ ബാലറ്റ് പെട്ടിയിലിടുന്ന വോട്ടുകളാണ് അത് നിശ്ചയിക്കുക. ഏതായാലും ഈ ഒരു ഭാഗ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക.